ഹായ് ഫ്രണ്ട്സ്, വെൽക്കം ബാക്ക് ടു മൈ യൂട്യൂബ് ചാനൽ അൺബോക്സിങ് ബഷീർ. അപ്പോൾ ഇന്നത്തെ വീഡിയോയിലും പാക്കേജ് കാണുമ്പോഴേ എല്ലാവർക്കും മനസ്സിലാക്കണം ഫ്ലിപ്കാർട്ട് എന്നുള്ള പ്രോഡക്റ്റ് തന്നെയാണ് ഇത് ഒരു ഓപ്പൺ ബോക്സ് ഡെലിവറി ആയിരുന്നു. അതാണ് ഇങ്ങനെ കീറിയിരിക്കുന്നത്. അപ്പം നമുക്ക് ലാഗില്ല, നേരെ അൺബോക്സിങ്ങിലേക്ക് കടക്കാം. നമ്മുടെ നൈഫ് ഇന്നത് ആവശ്യമില്ല, നമുക്ക് മാറ്റി വെക്കാം. നമുക്ക് ഓപ്പൺ ആക്കാം. ഈ ഒരു ബ്രാൻഡിങ് കാണുമ്പോഴേ എല്ലാവർക്കും ഏകദേശം മനസ്സിലായി കാണും എന്താ പ്രോഡക്റ്റ് എന്നുള്ളത്. ഇപ്പം ഫുള്ള് മനസ്സിലായി കാണും. ബോട്ട് എന്ന് പറയുന്ന ബ്രാൻഡിൻ്റെ റോക്കേഴ്സ് 235 പ്രോ എന്ന് പറഞ്ഞ വയർലെസ് ആയിട്ടുള്ള ഹെഡ്സെറ്റാണ്. ഈ പാക്കേജ് ഓൾറെഡി പൊട്ടിച്ചതായിരുന്നു. ഞാൻ ജസ്റ്റ് ഒന്നുകൂടെ വീഡിയോ എടുക്കാൻ വേണ്ടി ജസ്റ്റ് റീപാക്ക് ചെയ്തതാണ്. പാക്കേജിൻ്റെ ഫ്രണ്ടിൽ തന്നെ നോക്കുമ്പോൾ മെയ്ഡ് ഇൻ ഇന്ത്യ ബൈ ആൻ ഇന്ത്യൻ ബ്രാൻഡ് എന്ന് പറഞ്ഞുകൊണ്ട് കൊടുത്തിട്ടുണ്ട്. വൈബ്രേഷൻ കോളർ ഉണ്ട്, ENX ടെക്നോളജി ഉണ്ട്. അതെന്തോന്ന് എനിക്കറിഞ്ഞൂടാ. ENS ടെക്നോളജി ഉണ്ട്, ASPA ചാർജിങ് ടെക്നുണ്ട്. അത് എന്താണെന്ന് അറിഞ്ഞുകൂടാ. ഇതെന്താണെന്ന് അറിയാവുന്നവരൊന്ന് കമൻറ്റ് ചെയ്യുക. അല്ല, ഡു വാട്ട് ഫ്ലോട്ട്സ് യുവർ ബോട്ട് എന്ന് പറഞ്ഞ് എഴുതിയിട്ടുണ്ട്. അതുപോലെ തന്നെ ഇപ്പർ സൈഡിൽ നോക്കുകയാണെങ്കിൽ ജസ്റ്റ് ഫോട്ടോസേ ഉള്ളൂ. പിന്നെ ഇതൊരു നമുക്കൊരു ഗോൾഡൻ ഗ്രേ കളർ മിക്സാണ് വന്നിരിക്കുന്നത്. നമ്മൾ സെലക്ട് ചെയ്തിരിക്കുന്നത്. ഇതിൻ്റെ അതും ബീസ്റ്റ് മോഡുണ്ട്, ഫോർ ലോ ലേറ്റൻസി ഉണ്ട്. അതേപോലെ തന്നെ 20 ഹവേഴ്സ് പ്ലേ ബാക്ക് ഉണ്ട്. ഒറ്റ ചാർജിങ് നമുക്ക് 20 മണിക്കൂർ യൂസ് ചെയ്യാം. 10mm ഡ്രൈവേഴ്സാണ് ചെവിയുടെ അകത്തോട്ടുള്ളത്. 10mm ആണ് വരുന്നത്. IPX5 റേറ്റിംഗ്, വാട്ടർ റെസിസ്റ്റൻ്റ് ആണ് വിത്ത് സെക്യൂർഡ് ഫിറ്റ്. സെക്യൂർഡ് ഫിറ്റ് എന്ന് ഉദ്ദേശിക്കുന്നത് ഈ സാധനമാണ് സെക്യൂർഡ് ഫിറ്റ് എന്ന് ഉദ്ദേശിക്കുന്നത്. നമുക്ക് ജിമ്മിലൊക്കെ പോയി വർക്കൗട്ട് ചെയ്യുകയോ അല്ലെ ഓടുകയോ എന്തെങ്കിലുമൊക്കെ ആണെങ്കിലും ഇത് കാരണം വെളിയിലോട്ട് പോകത്തില്ല. പ്ലസ് വാട്ടർ റെസിസ്റ്റൻറ്റും ഉണ്ട്. അതേപോലെ തന്നെ ഇത് ഇവിടെ നോക്കുകയാണെങ്കിൽ ഡ്യുവൽ പെയറിംഗ് വിത്ത് ബ്ലൂടൂത്ത് V5.2 ഉണ്ട്. ബ്ലൂടൂത്ത് കണക്ടിവിറ്റിയുടെയാണ്. മാഗ്നറ്റിക് ഇയർബഡ്സ് ആണ്. ഈ രണ്ട് ബോട്ടെന്ന് എഴുതിയേക്കുന്നിടത്ത് മാഗ്നറ്റ് ഉണ്ട്. ഇൻസ്റ്റൻറ്റ് വോയിസ് അസിസ്റ്റൻ്റ് ഉണ്ട്. അതേപോലെ തന്നെ പാക്കേജിൻ്റെ പുറകെ നോക്കുകയാണെങ്കിൽ 10 മിനിറ്റ് ചാർജ് ചെയ്താൽ നമുക്ക് 10 മണിക്കൂർ പ്ലേ ബാക്ക് കിട്ടും. അതേപോലെ തന്നെ കൂടുതൽ അതിൻ്റെ ഇൻഫർമേഷൻസൊക്കെ ഇവിടെ നിന്ന് കൊടുത്തിട്ടുണ്ട്. വായിക്കാൻ താല്പര്യമുള്ളവരാണ് ഇവിടെ നിന്ന് പോസ് ചെയ്ത് വെച്ച് വായിച്ചാൽ മതി. ഇവിടെ പ്രൈസ് നോക്കുകയാണെങ്കിൽ 2490 രൂപയാണ് MRP ഇട്ടിരിക്കുന്നത്. നമുക്കതിൻ്റെ പകുതിയുടെ പകുതി പോലും ആയിട്ടില്ല നമ്മൾ വാങ്ങിയപ്പോൾ. അപ്പം നമുക്ക് ലാഗില്ലാതെ പാക്കേജ് ഓപ്പൺ ആക്കാം. നമ്മൾ ഈ വാങ്ങുന്ന പ്രൊഡക്റ്റുകളുടെ എല്ലാം ലിങ്ക് ഡിസ്ക്രിപ്ഷനിൽ കൊടുത്തേക്കാം. അതേപോലെ തന്നെ ഈ പ്രൊഡക്റ്റുകളുടെ എല്ലാം സൈറ്റിൽ കിടക്കുന്ന ഫോട്ടോസും എൻ്റെ കൈ കെട്ടിക്കഴിഞ്ഞിട്ടുള്ള ഫോട്ടോസും വീഡിയോയുടെ എൻഡിൽ ആഡ് ചെയ്യുന്നതായിരിക്കും. നമ്മുടെ ചാനലിൽ എല്ലാ വെള്ളിയാഴ്ചയും വൈകുന്നേരം 6:30ക്കാണ് വീഡിയോസ് അപ്ലോഡ് ആകുന്നത്. മാക്സിമം എല്ലാവരും സബ്സ്ക്രൈബ് ചെയ്ത് തന്നെ കാണാൻ ശ്രമിക്കുക. ഇല്ലാത്തവരാണ് വെള്ളിയാഴ്ച വൈകുന്നേരം 6:30 ആകുമ്പോൾ നമ്മുടെ ചാനലൊന്ന് ചെക്കൗട്ട് ചെയ്താൽ മതി. അപ്പോൾ ഇതാണ് പാക്കേജിൻ്റെ അത് വരുന്നത്. വേറൊന്നും പാക്കേജ് ഇല്ല. നമുക്കിതൊന്ന് ഓപ്പൺ ആക്കി നോക്കാം. ബോട്ടാകുമ്പോൾ കുറേ സംഭവ സാമഗ്രികൾ എപ്പോഴും തരാറുണ്ട്, അതുകൊണ്ടാണ്. കുറേ സാധനങ്ങൾ ബോട്ട് തരാറുണ്ട്. ഫസ്റ്റ് നമുക്ക് അത് മാനുവലാണ്. ഇത് പ്രത്യേകിച്ച് ആരും യൂസ് ചെയ്യത്തില്ല, അതുകൊണ്ട് ഞാനും യൂസ് ചെയ്യുന്നില്ല. മാറ്റി വെക്കാം. പിന്നെ കുറേ കാർഡ്സ് പോലെ കുറേ സ്റ്റിക്കർ. ക്യാൻ ഡു എനിത്തിങ്, ബോട്ട് എ ഹെഡ്, പിന്നെ ബോട്ടിൻ്റെ ഇഷ്ടംപോലെ സ്റ്റിക്കേഴ്സ് തരുന്നുണ്ട്. ആദ്യമായിട്ടാണ് ബോട്ടിൻ്റെ ഇത്രയധികം സ്റ്റിക്കേഴ്സ് കിട്ടുന്നത്. നേരത്തെ നമുക്ക് ഈ ഒരു സ്റ്റിക്കർ മാത്രം ആയിരുന്നു കിട്ടിക്കൊണ്ടിരുന്നത്. ഇപ്പോൾ ഇത്രയും സ്റ്റിക്കർ കിട്ടി. 1 2 3 4 5 സ്റ്റിക്കേഴ്സ് കിട്ടിയിട്ടുണ്ട്. അതേപോലെ തന്നെ താങ്ക് യു ബോട്ട് എ ഹെഡ് എന്ന് പറഞ്ഞുകൊണ്ട് അവർ ഒരു കാർഡ് പോലെ ജസ്റ്റ് അതും തന്നിട്ടുണ്ട്. പിന്നെ ബോട്ടിൻ്റെ പരസ്യം, അത് വലിയ നീളത്തിൽ ഇഷ്ടം പോലെ എല്ലാത്തിൻ്റെ അകത്തുള്ളതുകൊണ്ട് അപ്പം വലുതായിട്ട് പരസ്യം കൊടുത്തിട്ടുണ്ട്. ബോട്ടിൻ്റെ പ്രൊഡക്റ്റുകളെ പറ്റി പലതരം പ്രൊഡക്റ്റുകൾ അവർക്കുണ്ട്. ഇങ്ങനെ വീഡിയോയ്ക്ക് അടിയിൽ സ്ക്രോൾ ചെയ്ത് പോകുന്നോട്ട് വിടാം. അതേപോലെ തന്നെ ബോട്ട് ഹെഡ് എന്ന് പറഞ്ഞുകൊണ്ട് ഇതിൻ്റെ അകത്ത് ഒരു QR കോഡും കൊടുത്തിട്ടുണ്ട്. എക്സ്ക്ലൂസീവ് റിവാർഡ് വർത്ത് 3000 എബോ എന്നൊക്കെ പറഞ്ഞ് കൊടുത്തിട്ടുണ്ട്. അതേപോലെ തന്നെ ഇത് വാറണ്ടിക്കുള്ളൊരു QR കോഡും കൂടെ എത്തി കൊടുത്തിട്ടുണ്ട്. ആർക്കെങ്കിലും ബോട്ടിൻ്റെ വാറണ്ടി ക്ലെയിം ചെയ്യാനുണ്ടെങ്കിൽ ഇങ്ങനെയാണ് അത് ക്ലെയിം ചെയ്യേണ്ടത്. പിന്നെ നമുക്കൊരു USB-C ടൈപ്പ് വരുന്ന ടൈപ്പ് ലേബിൾ കൊടുത്തിട്ടുണ്ട്. അവിടെയും അവരുടെ ബ്രാൻഡിങ് ബോട്ട് എന്നുള്ളത് കാണിച്ചിട്ടുണ്ട്. പിന്നെ ഇയർബഡ് നമുക്ക് 2 ടൈപ്പിൽ, 2 വലുതും 2 ചെറുതും ഇയർബഡ് ഇതിൻ്റെ അകത്ത് കൊടുത്തിട്ടുണ്ട്. നമുക്ക്
നമ്മുടെ ഇയർ അനുസരിച്ച് നമുക്ക് യൂസ് ചെയ്യാൻ പറ്റും. നമുക്ക് ബ്ലൂടൂത്ത് നമ്മുടെ ഇയർ ബ്ലൂടൂത്ത് പോലെ വാങ്ങാഞ്ഞത് ഇത് നമ്മൾ ജിമ്മും അങ്ങനത്തെ കാര്യങ്ങൾക്കൊക്കെ യൂസ് ചെയ്യാൻ വേണ്ടിയിട്ടുള്ളതായതുകൊണ്ടാണ് നമ്മൾ അങ്ങനത്തെ യൂസ് ചെയ്യുന്നത്. ഇതായാലും നമ്മുടെ നെക്ക് ബാൻഡ് എന്നാണ് ഇതിന് പറയുന്നത്. നെക്ക് താഴെ വീഴാതെ കിടന്നോളും. നമുക്കിത് ഓപ്പൺ ആക്കാം. അപ്പം ഇതാണ് നമ്മുടെ ബോട്ട്. ഇവിടെയും അവരുടെ ബോട്ട് എന്നുള്ളൊരു ടാഗ് കൊടുത്തിട്ടുണ്ട്. നമുക്ക് വേണം ഇളക്കി കളയാം. ഞാൻ മുമ്പ് പറഞ്ഞ പോലെ തന്നെ ഒരു ഗ്രേയും ഗോൾഡൻ കളറുമാണ്. ഇവിടാണ് ഇതിൻ്റെ മാഗ്നറ്റ് വരുന്നത്. അത്യാവശ്യം നല്ല മാഗ്നറ്റ് തന്നെയാണ് അവർ പ്രൊവൈഡ് ചെയ്യുന്നത്. എൻ്റെ ബോട്ടിൻ്റെ നേരത്തെ ഞാൻ ഇങ്ങനത്തെ നെക്ക് ബാൻഡ് യൂസ് ചെയ്തിട്ടുണ്ട്. അത്യാവശ്യം നല്ലതായിട്ട് തന്നെ ഈ മാഗ്നറ്റ് വർക്ക് ചെയ്യുന്നുണ്ട്. ഇതിൻ്റെ അകത്ത് ഓരോ കൺട്രോളുകൾ നോക്കുകയാണെങ്കിൽ വോളിയം അപ്പ് ഉണ്ട്, വോളിയം ഡൗൺ ഉണ്ട്. അതേപോലെ തന്നെ പവർ ഓണിൻ്റെ സ്വിച്ചും ഇവിടെ കൊടുത്തിട്ടുണ്ട്. ഒരു സൈഡ് മാത്രമേ ഉള്ളൂ, മറ്റേ സൈഡിൽ പ്രത്യേകിച്ച് കാര്യമായിട്ടൊന്നുമില്ല. ഇവിടെ ബോട്ടെന്ന ബ്രാൻഡിങ് മാത്രമേ ഉള്ളൂ. അതേപോലെ തന്നെ നമ്മുടെ മുമ്പ് കണക്ഷൻ പറഞ്ഞില്ലേ, ഒരു സ്വിച്ച് ഉള്ളതോ അവിടെ നോക്കുക. അതിൻ്റെ താഴെയായിട്ട് നോക്കുവാണെങ്കിൽ USB Type-C പോർട്ട് വരുന്നുണ്ട്. ഇവിടെയാണ് നമ്മൾ നമ്മുടെ ചാർജർ കണക്ട് ചെയ്യേണ്ടത്. ഇത് പൊട്ടിപ്പോവോ എന്നുള്ളത് മാത്രം ശ്രദ്ധിച്ചാൽ മതി. ഇങ്ങനെയാണ് നമ്മൾ ഇത് കണക്ട് ചെയ്യുന്നത്. ചാർജ് ഫുള്ളായിരിക്കണം. ഇത് അടച്ചു വെച്ചാൽ അതിൻ്റെ അത് വാട്ടർ പ്രൂഫായിട്ട് അങ്ങനെയാണ് അടച്ചു വെച്ചാലാണ് വാട്ടർ പ്രൂഫായിട്ട് അത് കറക്റ്റായിട്ടിരിക്കുന്നത്. ലാസ്റ്റ് ടൈം ഞാൻ വാങ്ങിയ പ്രൊഡക്റ്റിന് ഇത് ഇങ്ങനൊരു സാധനമില്ലായിരുന്നു. ഇത് കണ്ടാൽ ചെറുതായിട്ടാണെങ്കിലും ഒരു ക്ലെവർ ഐഡിയ ആണ്. കാരണം ഈ വയർ ഇതിൻ്റെ അകത്ത് കയറിയിരിക്കും, കണ്ടോ, ഇതിൻ്റെ അകത്ത് ഫിറ്റായിട്ടിരിക്കും. ഇത് വെച്ച് നമ്മൾ ജസ്റ്റ് ഒന്ന് വലിച്ചാൽ ഈ വയർ നമുക്കിങ്ങനെ വെളിയിൽ എക്സസ് ആയിട്ട് കിടക്കത്തില്ല. നമുക്ക് ആവശ്യമുള്ളപ്പോൾ മാത്രം ഇത് വലിച്ചു കിട്ടിയാൽ നമുക്ക് വലിച്ചെടുത്ത് നമ്മുടെ ഇയറിനനുസരിച്ച് നമുക്കിത് അഡ്ജസ്റ്റ് ചെയ്ത് വെക്കാൻ പറ്റും. കുഞ്ഞതാണ്, പക്ഷേ നല്ല എഫക്റ്റീവ് ആയിട്ടുള്ളൊരു ഐഡിയ ആണ്. ജസ്റ്റ് നമ്മളിങ്ങനെ വലിച്ച് കയറ്റി വെച്ചാൽ മതി. ഒരു സൈഡ് മറ്റേ സൈഡ്. ഒരു ക്ലെവറായിട്ടുള്ള ഒരു ഐഡിയ തന്നെയാണിത്. മുമ്പ് തന്ന 2 സൈസ് ബഡ് അല്ലാതെ ഇതിലും ഓരോ ബഡ് നമുക്ക് പ്രൊവൈഡ് ആയിട്ടുണ്ട് ഓൾറെഡി. അതേപോലെ തന്നെ ഈ പ്രോഡക്റ്റ് നമുക്ക് ജസ്റ്റ് ഓൺ ആക്കുമ്പോഴത്തേക്കും ഇവിടെ LED ലൈറ്റ് വരുന്നുണ്ട്. അതാണ് പവർ ഓൺ ആകുന്ന സിമ്പൽ. അതേപോലെ നമ്മളിത് യൂസ് ചെയ്തിട്ട് അത്യാവശ്യം നല്ല ക്വാളിറ്റി തന്നെ. ബോട്ടിൻ്റെ എല്ലാ പ്രൊഡക്റ്റുകൾക്കും ഓഡിയോയ്ക്ക് നല്ല ക്വാളിറ്റി ഉണ്ട്. വലിയ ലൗഡോ അല്ല, എല്ലാം നല്ല സ്മൂത്തായിട്ട് തന്നെയാണ് പോകുന്നത്. അത്യാവശ്യം ബാസ് ഉണ്ട്, അത്യാവശ്യം ബേസ് ഉണ്ട്, എല്ലാം നല്ലതായിട്ട് തന്നെ മിക്സ് ചെയ്യണം. എനിക്ക് പാട്ടിനെ പറ്റി കൂടുതൽ അറിയത്തില്ല, അതുകൊണ്ടാണ് ഞാൻ അത്രയും വെച്ച് നിർത്തിയത്. അപ്പോൾ ഇതായിരുന്നു നമ്മുടെ ഇന്നത്തെ പ്രോഡക്റ്റ്. നമ്മുടെ ഒരു കസിന് വേണ്ടിയിട്ട് വാങ്ങിയപ്പോൾ വീഡിയോ എടുത്തു എന്നുള്ളതേ ഉള്ളൂ. അപ്പോൾ മറ്റൊരു വീഡിയോ നമുക്ക് അടുത്ത വെള്ളിയാഴ്ച വൈകുന്നേരം 6:30 അതുവരേക്കും താങ്ക് യു.